ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില നാടകീയ രംഗങ്ങൾക്ക് ശേഷം ഒടുവിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിങ്ങിലാണ് നിഫ്റ്റി അവസാനിച്ചിട്ടുള്ളത്. 24,392, ഏകദേശം 24,400 എന്നുള്ള ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങുമായിട്ട് ഏകദേശം 30 പോയിന്റിൻ്റെ ഒരു ഇടിവ് മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റി ഇന്ന് തുടക്കത്തിൽ വളരെ പോസിറ്റീവായിട്ട് ഒരു ഗ്യാപ്പപ്പിൽ ആരംഭിക്കുകയും 24,530 എന്നുള്ള ഒരു ഹൈ വരെ പോയിരുന്നു. എന്നാൽ എക്സ്പയറി ഡേയുടെ ആ ഒരു അവസാന മണിക്കൂറുകളിൽ അവിടെ നിന്ന് നിഫ്റ്റി താഴോട്ടേക്ക് വന്നിട്ടാണ് ഈ 24,400 ചുറ്റിപ്പറ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 24,500 എന്നുള്ള സ്ട്രൈക്ക് പ്രൈസിൽ വൻതോതിൽ കോൾ റേറ്റിങ്ങും പുട്ട് റേറ്റിങ്ങും നടന്നിരുന്നു. അപ്പോൾ ഓപ്ഷൻ റൈറ്റർമാർ മാർക്കറ്റിനെ ഒരു ലെവലിലേക്ക് തന്നെ ഒതുക്കി നിർത്താൻ ശ്രമിച്ചതാണ് നിഫ്റ്റി ഇൻഡെക്സ് ഇന്ന് വലിയൊരു മുന്നേറ്റമോ തകർച്ചയോ ഇല്ലാതെ ഒരു ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം. ഇന്നലെ US മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. S&P 500ഉം നാസ്ഡാക്കും ഒക്കെ പോസിറ്റീവ് തന്നെയാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ഏഷ്യൻ മാർക്കറ്റിൽ ദക്ഷിണ കൊറിയയുടെ കോസ്പി ഇൻഡെക്സും അതുപോലെ ജപ്പാൻ്റെ നിക്കി ഇൻഡെക്സും ഇന്ന് തകർച്ചയോടെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കോസ്പി ഏകദേശം 5 മുതൽ 8% വരെയും നിക്കി ഏകദേശം 2% കൂടുതലും ക്രാഷ് ഇന്ന് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മെമ്മറി ചിപ്പ് നിർമ്മാതാക്കളായ സാംസങ് ഇലക്ട്രോണിക്സ് അവരുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 19 മടങ്ങ് അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വർദ്ധിച്ചതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാംസങ്ങിൻ്റെ പ്രകടനം ഇത്ര മെച്ചപ്പെട്ടതായിട്ടും 7% ക്രാഷാണ് ആ സ്റ്റോക്കിൽ സംഭവിച്ചത്. കാരണം ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും ഭയപ്പെടുന്നത് ഇതേ രീതിയിലുള്ള ഒരു ഗ്രോത്ത് വരും ക്വാർട്ടറുകളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ചിപ്പ് കമ്പനികൾക്ക് കഴിയില്ല എന്നുള്ള ഒരു സ്പെക്കുലേഷനാണ് ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാരണമായിട്ടുള്ളത്. കൊറിയയിലെ തന്നെ മറ്റൊരു പ്രമുഖ ചിപ്പ് നിർമ്മാതാക്കളായിട്ടുള്ള SK ഹൈനിക്സ് അവർ US നാസ്ഡാക്ക് മാർക്കറ്റിൽ ADR വഴി ഏകദേശം $28 ബില്യൺ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് കമ്പനി തങ്ങളുടെ ലിസ്റ്റിംഗ് റഫറൻസ് വില കുറച്ചതും അതുപോലെ വൻതോതിൽ പുതിയ സ്റ്റോക്കുകൾ മാർക്കറ്റിൽ എത്തുന്നത് ഈക്വിറ്റി ഡയലൂഷന് കാരണമാകും എന്നുള്ള ഒരു ഭയവും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം SK ഹൈനിക്സും ഏകദേശം 6% വെടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊറിയൻ മാർക്കറ്റിലുള്ള ഈ ഒരു സാംസങ്ങിൻ്റെയും SK ഹൈനിക്സിൻ്റെയും വീഴ്ച തൊട്ടടുത്തുള്ള ജപ്പാൻ മാർക്കറ്റിനെയും ബാധിച്ചതായിട്ട് കാണാം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നിക്കിയിലുണ്ടായത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സിനാരിയോയിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ IT സ്റ്റോക്കുകൾ താഴോട്ടേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ നമുക്കറിയാം ഇന്ത്യൻ IT സ്റ്റോക്കുകൾ സെമി കണ്ടക്ടർ ബേസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടതോ ആയ ഒരു മേഖലയിൽ ഒരു ഇൻ്റർനാഷണൽ പ്ലെയർ അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഇതിൻ്റെ ഇമ്പാക്റ്റ് IT സ്റ്റോക്കുകൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല IT സ്റ്റോക്കുകൾ വമ്പിച്ച് തിരിച്ചു വരവാണ് ഇന്ന് നടത്തിയത്. ഇന്ന് നിഫ്റ്റി 50യിൽ ഏറ്റവും നേട്ടം ഉണ്ടാക്കിയ ടോപ്പ് 3 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അതിൽ 3 IT സ്റ്റോക്കുകളാണ്. HCL ടെക്, ടെക് മഹീന്ദ്ര, ഇൻഫോസിസ് ഒക്കെയാണ് ഇന്ന് നിഫ്റ്റിയെ പിടിച്ച് നിർത്തിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്ന് മൊത്തം ബ്രോഡ് മാർക്കറ്റിൽ 36% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 59% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ വാല്യുവേഷൻ വളരെയധികം കൂടിയിട്ടുള്ള മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ ഒരു നേരിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് നിഫ്റ്റി 500 സ്റ്റോക്കുകളിൽ എടുത്തു പറയത്തക്ക മുന്നേറ്റം നടത്തിയ ചില സ്റ്റോക്കുകൾ കാണാം. അതിൽ ഇൻഫേർഡ്സ് അഥവാ നൗക്രി സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ പുതുതായിട്ട് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത ഫിസിക്സ് വാലയും നല്ല മുന്നേറ്റം നടത്തി. സ്വിഗ്ഗി, റൈറ്റ്സ്, ലൈറ്റൻറ്റ് വ്യൂ അനാലിറ്റിക്സ്, നാറ്റ്കോ ഫാർമ ഇവയൊക്കെ 4% മുതൽ 13% വരെ അപ്സൈഡ് പോയതായിട്ട് കാണാം. അപ്പോൾ ഇന്ന് നിഫ്റ്റി 50യെ യഥാർത്ഥത്തിൽ പുറകോട്ട് വലിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ റീറ്റെയിൽ കമ്പനിയായിട്ടുള്ള ട്രെൻഡ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇന്ന് ഏകദേശം 12% ഉള്ള വമ്പിച്ച ഒരു ഇടിവാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ട്രെൻഡിൻ്റെ Q1 ബിസിനസ് അപ്ഡേറ്റ് വന്നതാണ് ഈ ഒരു തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. ഇപ്പോൾ ജൂൺ ക്വാർട്ടറിൽ ട്രെൻഡിൻ്റെ റവന്യൂ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 19% വർദ്ധിച്ചിട്ട് 5,666 കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിലും മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ ഇതിലും വലുതായിരുന്നു. മാർക്കറ്റ് പ്രതീക്ഷിച്ചത് ഏകദേശം 23% വരെയുള്ള ഒരു വളർച്ചയാണ്. അപ്പോൾ സിറ്റി, മാർക്വി പോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രോക്കറേജുകൾ നടത്തിയ വിലയിരുത്തലനുസരിച്ച് നമ്മൾ കാണുന്നത് ട്രെൻഡിൻ്റെ നിലവിലുള്ള സ്റ്റോറുകളിൽ നിന്നുള്ള വിൽപ്പന വളർച്ചാ നിരക്കിൽ, അതായത് സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. കൂടാതെ ഒരു സ്ക്വയർ ഫീറ്റിൽ നിന്നുള്ള ശരാശരി വരുമാനം അത് ഏകദേശം 12% ഇടിവുണ്ടായിട്ടുണ്ടെന്നും ഈ ബ്രോക്കറേജ് റിസർച്ചുകൾ പറയുന്നുണ്ട്. ഇതുകൂടാതെ നമുക്കറിയാം ട്രെൻഡ് കഴിഞ്ഞ കുറച്ചു കാലമായി വളരെ ഉയർന്ന വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. PE ആണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ കമ്പനി എപ്പോഴും വമ്പിച്ച കുതിപ്പ് നടത്തുമെന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനാണ് ഈ രീതിയിലുള്ള ഹൈ PE ഈ സ്റ്റോക്കിൽ വരാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് അപ്ഡേറ്റിൽ നേരിയൊരു കുറവ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വമ്പിച്ച പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റോക്കിൽ നടത്തും. അതാണ് ഈ സ്റ്റോക്ക് വലിയ തോതിൽ ഇന്ന് ക്രാഷ് ആവാൻ കാരണം. ഇതുകൂടാതെ ബിസിനസ് അപ്ഡേറ്റിൽ നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ ഒരേ ഒരു വെസ്റ്റ് സൈഡ് സ്റ്റോർ റൂം മാത്രമാണ് തുറന്നിട്ടുള്ളത്. അതുപോലെ 19 സുഡിയോ സ്റ്റോറുകളുമാണ് തുറന്നിട്ടുള്ളത്.
20 സ്റ്റോറുകൾ മാത്രമാണ് കൂട്ടിച്ചേർത്തത്. സ്വാഭാവികമായിട്ട് 20 സ്റ്റോറുകൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് വമ്പിച്ച നേട്ടമാണ്. പക്ഷേ ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര വലിയ നേട്ടമല്ല. കാരണം സാധാരണയായിട്ട് കമ്പനി നടത്താറുള്ള ആ വേഗത്തിലുള്ള എക്സ്പാൻഷൻ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറവാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മളിവിടെ കാണുന്നത് ട്രെൻഡിൻ്റെ പ്രകടനം മോശമായതുകൊണ്ടല്ല, മറിച്ച് മാർക്കറ്റ് ഈ കമ്പനിയിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്, അതിവേഗ വളർച്ച. അത് ഈ ഒരു ക്വാർട്ടറിൽ കാണാത്തത് കൊണ്ടാണ് ഇത്ര വലിയൊരു കറക്ഷൻ നമ്മൾ ഈ സ്റ്റോക്കിൽ കാണുന്നത്. എന്നാൽ ഇതൊരു ഹെൽത്തി കറക്ഷൻ ആയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതുപോലെ ഇന്ന് 5% ഇടിഞ്ഞിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു സാമ്പത്തിക വർഷം തുടങ്ങിയതിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ് അവരുടെ ഒരു ഡിസിൻവെസ്റ്റ്മെൻറ്റ് പോളിസി വളരെ അഗ്രസീവായിട്ട് നടപ്പിലാക്കുകയാണ്. ഇപ്പോൾ ഇതിനോടകം 6 പ്രധാനപ്പെട്ട PSU കമ്പനികളുടെ ഓഫീസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ IRFC, കോൾ ഇന്ത്യ, NHPC, NLC ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, GIC റീഇൻഷുറൻസ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലേക്ക് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡും കൂടി വരികയാണ്. അപ്പോൾ സർക്കാർ ഇപ്പോൾ ഈ ഒരു ഓഫീസിൻ്റെ ഒരു ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിട്ടുള്ളത് 1400 എന്നുള്ള ഒരു ബേസ് പ്രൈസിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിനേക്കാൾ ഏകദേശം 7% ഡിസ്കൗണ്ടിലാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം നാളെ 8-ാം തീയതി ബുധനാഴ്ച ആയിരിക്കും നമുക്ക് ബിഡ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഈ ഓഫീസ് വഴി സ്റ്റോക്ക് വാങ്ങണോ വേണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്റ്റോക്കിനെ പറ്റി നമ്മൾ നോക്കേണ്ടത്, ഡിഫൻസ് മേഖലയിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇവർക്ക് ധാരാളം ഓർഡറുകൾ തീർച്ചയായിട്ടും ഉണ്ട്, ഓർഡർ ബുക്ക് ശക്തമാണ്. കൂടാതെ മാർക്കറ്റ് റേറ്റിനേക്കാൾ 7% ഡിസ്കൗണ്ടിലാണ് സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എങ്കിൽ പോലും ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ഓഫീസ് വഴി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ വാല്യുവേഷനാണ്. കഴിഞ്ഞ കുറച്ച് കാലമായി ഈ സ്റ്റോക്ക് അതിൻ്റെ ലോയിൽ നിന്നും വലിയ തോതിൽ ഉയർന്നു വന്നതാണ്. എന്നിട്ട് കറക്ഷൻ നേരിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഹൈ വാല്യുവേഷനിൽ തന്നെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫീസ് വഴി ഒരു ഷോർട്ട് ടേം ലിസ്റ്റിംഗ് ഗെയിൻ സ്റ്റോക്കിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നോൺ റീറ്റെയിലേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ 1.23 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ലാർജർ പ്ലെയേഴ്സ്, ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഈ സ്റ്റോക്കിൽ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 1 വർഷം മുതൽ 3 വർഷം വരെ കൈവശം വെക്കാൻ അത്തരമൊരു ടൈം ഹൊറൈസൺ ഉണ്ടെങ്കിൽ മാത്രം ഈ ഓഫീസ് വഴി ഈ സ്റ്റോക്കുകൾ പരിഗണിക്കാം. എന്നാൽ ഒരു ഷോർട്ട് ടേം നേട്ടം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരമൊരു അവസരം ഇപ്പോൾ ഈ സ്റ്റോക്കിൽ ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ നിലവിലെ ഓഫീസ് കഴിഞ്ഞിട്ട് പ്രൈസ് ഒരു സ്ഥിരത നേടുമ്പോൾ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലൊരു ഓപ്ഷൻ. ഇതേപോലെ ഇന്ന് ഏകദേശം 7% ഇടിഞ്ഞ മറ്റൊരു സ്റ്റോക്കാണ് കല്യാൺ ജ്വല്ലേഴ്സ്. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെയും ബിസിനസ് അപ്ഡേറ്റ്സ് വന്നിരുന്നു. 38% മികച്ച വളർച്ച കാണിച്ചിട്ടും കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ സ്റ്റോക്ക് 7% ക്രാഷ് ആവാൻ പ്രധാനപ്പെട്ട കാരണം ഈ ഹയർ എക്സ്പെക്റ്റേഷനും അതുപോലെ തന്നെ കമ്പാരിസണുമാണ്. അപ്പോൾ ഈ കല്യാൺ ജ്വല്ലേഴ്സ് തങ്ങളുടെ അപ്ഡേറ്റ് പുറത്തു വിടുന്നതിന് മുമ്പ് ഇവരുടെ പ്രധാനപ്പെട്ട റൈവൽ കമ്പനി ആയിട്ടുള്ള ടൈറ്റാൻ്റെ ബിസിനസ് അപ്ഡേറ്റും വന്നിരുന്നു. അപ്പോൾ ടൈറ്റൻ്റെ ആ ഒരു കൺസ്യൂമർ ബിസിനസ് 41% വളർന്നിട്ടുള്ളത്. കൂടാതെ അവരുടെ ഇൻ്റർനാഷണൽ ജ്വല്ലറി ബിസിനസ് 128% വർധനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഇൻ്റർനാഷണൽ ഗ്രോത്ത് 35% മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അത്തരത്തിലൊരു താരതമ്യം നടന്നിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് എക്സിറ്റ് ചെയ്തുകൊണ്ട് ടൈറ്റൻ സ്റ്റോക്കിലേക്ക് മാറിയിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫോളാണ് ഇന്ന് നമുക്ക് കല്യാൺ ജ്വല്ലേഴ്സിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആ ഒരു ലാസ്റ്റ് ക്വാർട്ടറിൽ 64% വരുമാന വളർച്ചയാണ് നേടിയിരുന്നത്. കൂടാതെ ആ വർഷം മൊത്തത്തിൽ 43% വർധന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കുറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഈ വളർച്ചാ നിരക്ക് വന്നിട്ടുള്ളത്. 38% വളർച്ച എന്ന് പറയുന്നത് ഈ ബിഗ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കമ്പനിയുടെ അതിവേഗ വളർച്ച കുറഞ്ഞതായിട്ട് അവർ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ഒരു സെൽ ഓഫ് ഉണ്ടായിട്ടുള്ളത്. ഇത് കൂടാതെ കഴിഞ്ഞ ക്വാർട്ടറിലെ സ്വർണ്ണവില റെക്കോർഡ് ലെവലിലെത്തിയിരുന്നു. അപ്പോൾ വില കൂടിയതുകൊണ്ട് തന്നെ ആളുകളെ ജ്വല്ലറികളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി വലിയ തോതിലുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ റവന്യൂ കൂടിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥ റിസൾട്ടിൽ മാർജിൻ കുറഞ്ഞേക്കാം എന്നുള്ള ഒരു ആശങ്ക ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അതും ഒരു സെൽ ഓഫിന് കാരണമായിട്ടുണ്ടാവും. കൂടാതെ ഈ ബിസിനസ് അപ്ഡേറ്റ് വരുന്നതിന് മുമ്പേ ഇതിൽ പൊസിഷൻ എടുത്ത പലരും അപ്പോൾ ഈ ഒരു അവസരം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫോളും ഇന്ന് ഈ സ്റ്റോക്കിൽ കാണാം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ബിസിനസ് മോശമായത് കൊണ്ടല്ല ഈ ക്രാഷ് സംഭവിച്ചത്, മറിച്ച് കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അതിഭയങ്കരമായ വളർച്ചയും ടൈറ്റാനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു കുറവും അത്തരത്തിലുള്ള ഒരു
ടെമ്പററി ആയിട്ടുള്ള ഒരു കറക്ഷൻ മാത്രമാണ് ഇത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി നമ്മൾ ഇന്ന് മാർക്കറ്റിൽ ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് മൊമെൻറ്റം സാധ്യതയുള്ള 2 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് HDFC ബാങ്ക് ആണ്. ഇത് ഇന്ന് 827 എന്ന പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ RSI ഇപ്പോൾ 60 മുകളിലാണ്, അത് 70 പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓവർബോട്ട് സോണിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. കൂടാതെ MACD കാണിക്കുന്നത് ഒരു പോസിറ്റീവ് ക്രോസ് ഓവറാണ്. അതുപോലെ ഇതിൻ്റെ ഡെലിവറി പെർസെൻറ്റേജ് അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇന്ന് വലിയ തോതിലുള്ള വോളിയം ഈ സ്റ്റോക്കിലുണ്ടായിരുന്നു. അതിൻ്റെ ആവറേജ് വോളിയത്തിൻ്റെ ഇരട്ടി വോളിയമോളം HDFC ബാങ്കിൻ്റെ ഇന്നത്തെ ട്രേഡിൽ കാണാൻ കഴിയും. ആ ഒരു ട്രേഡിംഗ് വോളിയത്തിൽ 67% ഡെലിവറി ട്രേഡാണ് എന്നുള്ളതാണ് നമ്മളിതിനെ പോസിറ്റീവായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു വാല്യൂ ബൈങ് ലോങ് ടേം വ്യൂവിൽ ആളുകൾ നന്നായിട്ട് ഈ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് ഇനിയും തുടരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ഇൻഫോസിസ് ആണ്. അതിപ്പോൾ 1071 എന്നുള്ള പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ RSI ഇപ്പോഴും 50 താഴെയാണ്. മൊമെൻറ്റം ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഇവിടെയും വലിയ തോതിലുള്ള ഡെലിവറി വോളിയം ഉണ്ടായതായിട്ട് കാണാം. 50% ഇന്ന് ഇൻവെസ്റ്റേഴ്സ് ഡെലിവറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെയും ഒരു വാല്യൂ ബൈങ് നടന്നിട്ടുണ്ട്. അപ്പോൾ HCL ടെക്കിലൊക്കെ നടന്നതുപോലെയുള്ള ഒരു ബൈങ് ഇവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഈ IT സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു റിവേഴ്സൽ ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് പോകേണ്ട ഒരു സാധ്യത ഈ ഇൻഫോസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് ഈ ജപ്പാൻ കൊറിയൻ മാർക്കറ്റുകളെ ഉലച്ച സെമി കണ്ടക്ടർ AI പ്രോഫിറ്റ് ബുക്കിംഗ് അത് ഇന്ന് US മാർക്കറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ നാളെ ഇന്ത്യൻ IT മേഖലയ്ക്ക് ഉണ്ടായേക്കാം. എന്നാൽ ഇന്നത്തെ കൊറിയൻ ജപ്പാൻ ഫോള് അത് ആ മാർക്കറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ വീണ്ടും നമ്മുടെ IT സ്റ്റോക്കുള്ള ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 24,350 ഏറ്റവും ശക്തമായിട്ടൊരു സപ്പോർട്ടായിട്ടാണ് ഒരു പക്ഷേ നാളെ നിൽക്കാൻ പോവുക. അപ്പോൾ ആ ഒരു ലെവലിൽ താഴോട്ടേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ പ്രകടനം മോശമാകാൻ സാധ്യതയുണ്ട്. 24,250 നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ. പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഇപ്പോൾ ഇന്നത്തെ ഹൈ ആയിട്ടുള്ള 24,530 അപ്പോൾ ആ ലെവൽ മറികടന്ന് 24,600 ക്രോസ് ചെയ്താലാണ് നമുക്ക് നല്ലൊരു ബുൾ റാലി കാണാൻ കഴിയുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.